بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد أما بعد أعوذ بالله من الشيطان الرجيم وقل اعملوا فسيرى الله عملكم ورسوله والمؤمنون وستردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സദയ്യിസ് സംസാരിച്ചതായ വിഷയം, ഖുതുബോദിയതായ സന്ദർഭത്തിൽ പെൻഷനെ കുറിച്ചാണ്. പെൻഷൻ കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് കാട്ടണം എന്നതിനെ കുറിച്ചാണ്. അതെ, ഉദ്യോഗസ്ഥന്മാര്, ജോലി ചെയ്യുന്നവര്, അവര് ജോലി കഴിഞ്ഞാൽ അവരുടെ ജോലി വേളയിൽ എപ്പോഴാണ്, എങ്ങനെയാണ് ഈ ജോലിയിൽ എനിക്ക് പുരോഗതി പ്രാപിക്കാൻ സാധിക്കുക, ശമ്പളം വർദ്ധിക്കുന്ന ശൈലി എന്തൊക്കെയാണ്, പുരോഗതി ലഭിക്കുന്ന ശൈലി എന്തൊക്കെയാണ് എന്ന ആ ചിന്താഗതിയിലായിരിക്കാം ജോലി ചെയ്തിരുന്ന സന്ദർഭത്തിൽ. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന രൂപത്തിൽ ജോലിയെ വേണ്ടതുപോലെ പരിപാലിക്കുവാനും അത് നിർവഹിക്കേണ്ടതുപോലെ നിർവഹിക്കുവാനും അത് സ്വന്തം വ്യക്തിക്ക് വേണ്ടി, അവന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താതെ അത് ആ ജോലി ചെയ്യുന്ന അവനെ ഏൽപ്പിച്ച, അർപ്പിച്ച വകുപ്പ്, ആ വിഭാഗത്തിന്റെ ആ വിഭാഗവുമായിട്ട് നടത്തിയ അഗ്രിമെന്റ് അനുസരിച്ചിട്ട് തന്നെ നിർവഹിക്കുക എന്നത് അവന്റെ ബാധ്യതയായിരുന്നു. ആ ബാധ്യത അവൻ നിർവഹിച്ചുകൊണ്ടേയിരുന്ന് അങ്ങനെ അവന്റെ ജീവിതത്തിന്റെ അവസാന കാലത്തിൽ അവൻ പെൻഷനിലേക്ക് നീങ്ങുന്നു. പെൻഷനായി കഴിയുന്ന സന്ദർഭത്തിൽ പലരും മനസ്സിലാക്കൽ, പെൻഷനാകുമ്പോൾ എന്റെ ജീവിതം അവസാനിച്ചു, ഉത്തരവാദിത്വം അവസാനിച്ചു, ബാധ്യത അവസാനിച്ചു എന്നൊക്കെയാണ്. അല്ല, അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ മനുഷ്യൻ പെൻഷനാകുന്ന സന്ദർഭത്തിൽ പുതിയ ജീവിതത്തിലേക്ക് അവൻ കാലുവെക്കുകയാണ്. അവന്റെ ജീവിതത്തിന്റെ അവസാനമല്ല, മറ്റൊരു ജീവിതത്തിന്റെ ആദ്യമാണ് അവൻ കുറിക്കുന്നത്, അഥവാ പ്രാരംഭമാണ് കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിൽ, ശേഷിക്കുന്ന ജീവിതത്തിൽ അവന് ഒരുപക്ഷെ മുമ്പുള്ളതായ കാലഘട്ടത്തിൽ വരെ ചെയ്യാത്തതായ പലതും ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കും. അവനൊരു പക്ഷേ പ്രബോധനം ചെയ്യാൻ കഴിവുള്ളവനായിരിക്കും, പക്ഷേ അവൻ ചെയ്തിരുന്ന ഡ്യൂട്ടി അവനെ തടഞ്ഞിരിക്കും. അവൻ പരോപകാരം ചെയ്യാൻ കഴിവുള്ളവനായിരിക്കും, പക്ഷേ അവന്റെ ഡ്യൂട്ടി അവനെ തടഞ്ഞിരിക്കും. അവന് പല രൂപത്തിലും സേവനം അർപ്പിക്കാൻ സാധിക്കുന്ന വ്യക്തിയായിരിക്കും, പക്ഷേ അവന്റെ ഡ്യൂട്ടി അവനെ തടഞ്ഞിരിക്കും. പക്ഷെ ഇപ്പോൾ അവൻ ഡ്യൂട്ടിയോട്, അവന്റെ ജോലിയോട് അവന് വിടവാങ്ങിയതോടുകൂടി അവന് കൂടുതൽ വാതിലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവൻ പരിശ്രമിക്കേണ്ടതാണ്, അവൻ അതിൽ മത്സരിക്കേണ്ടതുമാണ്. കാരണം അവന്റെ ജീവിതം ഇനി എത്ര വർഷമാണ് ഭൂമിയിൽ ജീവിക്കുക എന്നത് ഉറപ്പു പറയാൻ പറ്റാത്തതാണ്. എന്നതുകൊണ്ട് തന്നെ അവൻ കഴിവിന്റെ പരമാവധി അവന്റെ സമയം മുഴുവനും ഉപയോഗപ്പെടുത്തിയും കൊണ്ട് അവന്റെ സ്വശരീരത്തെ ഇഹലോകത്തിന് ആവശ്യമുള്ളതും പരലോകത്തിന് ആവശ്യമുള്ളതുമായ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നുവോ അതെല്ലാം ചെയ്തുകൊണ്ട് അവന്റെ ജീവിതത്തിൽ വിജയം കൈവരുത്തുവാൻ, ഇഹലോകത്തിലും പരലോകത്തിലും വിജയം കൈവരുത്തുവാനുള്ളതായ ഒരു മഹാ ചാൻസാണ് ഒരാള് പെൻഷനാവുക, പെൻഷൻഷിപ്പ് നേടുക എന്ന് പറഞ്ഞാലും പെൻഷനിലേക്ക് എത്തിക്കഴിയുക എന്ന് പറഞ്ഞാലെന്ന് മനസ്സിലാക്കണം. ആ ഗ്രേഡിലേക്ക്, ആ മേഖലയിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ അവന് പലതും ചെയ്യാൻ സാധിക്കും. മഹാനായ ഇയാസ് ഇബ്നു ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച്, അദ്ദേഹം താബിഈങ്ങളിൽ പെട്ട ഒരു മഹാവ്യക്തിത്വമാണ്. അദ്ദേഹത്തെ കുറിച്ച് പലപ്പോഴും ഞാൻ നമ്മുടെ ക്ലാസ് മെമ്പർമാർക്ക് കേൾപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം മുമ്പത്തേക്കാൾ കൂടുതലായി, അതിനേക്കാൾ ഇരട്ടിയായിട്ട് അദ്ദേഹം രാത്രി നിന്ന് നമസ്കരിക്കുകയും സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുകയും സേവനങ്ങൾ അർപ്പിക്കുകയും അപ്രകാരം തന്നെ യുദ്ധങ്ങളിലും പോരാട്ടങ്ങളിലും മത്സരങ്ങളിലൊക്കെ സേവനങ്ങളിലും ജിഹാദുകളിലൊക്കെ പങ്കെടുക്കാനുള്ള പരിശ്രമം ഉടലെടുക്കുകയും അത് പ്രാക്ടിക്കലായി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പാടുപെടുകയും ചെയ്തതായ സന്ദർഭത്തിൽ
യുവാക്കളായ മക്കള് ചോദിച്ചു, എന്തിനാണ് വാപ്പ ഇത്രയും നിങ്ങൾ പ്രയാസപ്പെടുന്നത്? നിങ്ങളുടെ ആദ്യ കാലഘട്ടത്തിൽ വേണ്ടത്ര നിങ്ങൾ സേവിച്ചില്ലേ, നിങ്ങൾ പ്രവർത്തിച്ചില്ലേ, നിങ്ങൾ അമൽ ചെയ്തില്ലേ, നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിച്ചില്ലേ, നോമ്പ് പിടിച്ചില്ലേ, ഇനിയെങ്കിലും നിങ്ങൾക്ക് അല്പം വിശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഒരു മൈതാനത്തിൽ പന്തയം വെച്ചുകൊണ്ട് ഓടുന്നതായ കുതിരയുടെ സ്വഭാവം എന്താണ്? അവസാനത്തെ ട്രിപ്പ് ആകുമ്പോൾ ആ പന്തയത്തിൽ ആ കുതിര വളരെ സ്പീഡിൽ ഓടുന്നതാണ്. അതേ സമയത്ത് കഴുതയാണ് പന്തയം നടത്തുന്നതെങ്കിൽ അതിന്റെ അവസാനത്തെ ട്രിപ്പിൽ അത് വളരെ ക്ഷീണിതനായി വളരെ പതുക്കെ ഓടുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വാപ്പ ആ കുതിരയോട് തുല്യതയുള്ള വ്യക്തിയാവണമോ അല്ല കഴുതയോട് തുല്യതയുള്ള വ്യക്തിയാവണമോ മക്കളെ എന്നായിരുന്നു മക്കളോട് മഹാനായി ഇയാസ് ഇബ്നു ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചത്. ഇത് നമുക്കും പാഠമാണ്. ഇദ്ദേഹത്തിന്റെ പേരെടുത്തുകൊണ്ട് മക്ക ഇമാം എന്ന് സംസാരിച്ചിട്ടില്ലെങ്കിലും ഓർമ്മ വന്നതുകൊണ്ട് വിഷയത്തോട് ബന്ധപ്പെട്ട ഒരു സംഭവമായതുകൊണ്ട് ഞാൻ എന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി ഈ ഭാഗം സമർപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ രൂപത്തിലാണ് ഓരോരുത്തരും ചിന്തിക്കുന്നതെങ്കിൽ അവന്റെ പെൻഷന് ശേഷമാവട്ടെ, അവൻ വയസ്സും പ്രായമായ ശേഷമാവട്ടെ, മുമ്പാവട്ടെ, സമയത്തിന്റെ വില മനസ്സിലാക്കിയിട്ട് അവൻ കഴിവിന്റെ പരമാവധി അവൻ ഈ മത്സരിക്കുന്ന മത്സരത്തിൽ ഈ പന്തയത്തിൽ സ്പീഡുള്ള വ്യക്തിയാവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. എല്ലായിടങ്ങളിലും എല്ലാ സമയത്തിലും പരിശ്രമിക്കണമെന്നതാണ് ഇസ്ലാമിന്റെ ശാസന. കാരണം ആർക്കും എപ്പോഴാണ് മരിക്കുക, എപ്പോഴാണ് NOC വരിക, എപ്പോഴാണ് ഇഹലോകത്തോട് വിടവാങ്ങേണ്ട ആ ചുറ്റുപാട് സംഭവിക്കുക എന്നത് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ എല്ലായ്പ്പോഴും മനുഷ്യൻ ടൈമിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ടൈം അള്ളാഹു നമുക്ക് നൽകിയതായ ആ വഖ്ത്, ആ സമയം, അത് മഹാ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം സ്വർണം പോലെ, നാം വെള്ളി പോലെ, അല്ലെങ്കിൽ പവിഴം പോലെ, ജീവൻ പോലെ സംരക്ഷിക്കേണ്ടതായ ഒന്നാണ് നമ്മുടെ സമയം. ആ സമയത്തെ ആ രൂപത്തിൽ സംരക്ഷിക്കുമ്പോൾ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അത്. ദുനിയാവിന്റെ കാര്യങ്ങളാവട്ടെ, ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളാവട്ടെ, ആഖിറവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, യഥാർത്ഥ മുസ്ലിം സത്യവിശ്വാസി ചെയ്യേണ്ടത് അതാണ്. ഇന്ന് മക്ക ഇമാം ഉണർത്തിയതായ പ്രധാനപ്പെട്ട ഭാഗം അത് ആ രൂപത്തിൽ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന്റെ മേഖലയിൽ ഇതിനു മുമ്പ് അവൻ പ്രവർത്തിക്കാത്ത വല്ല മേഖലകൾ ഉണ്ടെങ്കിൽ, അവന്റെ ജീവിതത്തിൽ അതിനു മുമ്പ് പ്രവർത്തിക്കാത്ത മേഖലകൾ ഉണ്ടെങ്കിൽ അത് ശരിക്കും ഉപയോഗപ്പെടുത്താനും പരിശ്രമിക്കാം. അഥവാ ഒരു മനുഷ്യൻ പെൻഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അവന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അവൻ ഖുർആൻ മനപ്പാഠം ഇടാത്ത ആളാണെങ്കിൽ ഖുർആൻ മനപ്പാഠം ഇടാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലെങ്കിൽ അതിലൊരു ചെറിയ സൂക്തങ്ങളൊക്കെ മനപ്പാഠം ഇടാനെങ്കിലും പരിശ്രമിക്കുക. അത് എന്ന് മാത്രമല്ല, ഖുർആന്റെ പരിഭാഷ വായിക്കാത്തവനാണെങ്കിൽ പരിഭാഷ വായിച്ചുകൊണ്ട് ഖുർആനിനെ കുറിച്ച് പഠിക്കുവാനും ചിന്തിക്കുവാനും, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ തിരുസുന്നത്ത് പഠിക്കാത്തവനും അത് ജീവിതത്തിൽ പകർത്താത്തവരുമാണെങ്കിൽ അല്പം സുന്നത്തുകളും അല്പ ഹദീസുകളും 40 നവവി പോലത്തതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 40ഓളം ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശേഖരിച്ച് സമർപ്പിച്ച ആ ഗ്രന്ഥത്തെ പോലത്തെ ചെറിയ ഗ്രന്ഥങ്ങളൊക്കെ അതിന്റെ പരിഭാഷയെങ്കിലും വായിച്ചിട്ട് അവന്റെ അവസാന കാലഘട്ടം അവന്റെ ജീവിതത്തെ നല്ല പുഷ്ടിയുള്ള ജീവിതമാക്കി, ഉപകാരപ്രദമായ ജീവിതമാക്കി മാറ്റാൻ വേണ്ടി പാടുപെടുക. അപ്രകാരം തന്നെ അവൻ മുമ്പ് പരോപകാരിയായിട്ടില്ലെങ്കിൽ ഇനിമേലിൽ അവന് ഫ്രീ ആണ് അവന്റെ ടൈമൊക്കെ. അവൻ കഴിവിന്റെ പരമാവധി മറ്റുള്ളവരെ സേവിക്കുവാൻ അവനെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ, അതുപോലെ തന്നെ ചർച്ചബന്ധം പുലർത്തുവാൻ അവനെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ, അപ്രകാരം തന്നെ അവൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള എന്തെല്ലാം പോൺവഴികൾ, എന്തെല്ലാം മാർഗങ്ങൾ അവന്റെ മുമ്പിൽ ഇപ്പോൾ തുറന്നു കിട്ടിയോ അതെല്ലാം ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവൻ പരിശ്രമിക്കുക. എന്ന് മാത്രമല്ല, അവൻ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുകയും ചെയ്യുക. അപ്പോൾ യുവാക്കളൊക്കെ അവനെ പോലത്തവരെ കാണുമ്പോൾ ഇയാസ് ഇബ്നു മുആവിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മക്കൾ ചോദിച്ച ചോദ്യം പോലത്ത രൂപത്തിൽ ഇവിടെ നാം, അഥവാ വയസ്സും പ്രായവുമുള്ളതായ വ്യക്തികൾ അവന്റെ ജീവിതത്തിൽ ഈ രൂപത്തിലാണ് ആവേശത്തോടെ ഉന്മേഷത്തോടു കൂടി നമസ്കരിക്കുന്ന വ്യക്തിയും, അതുപോലെ നോമ്പ് വർദ്ധിപ്പിക്കുന്ന വ്യക്തിയും, രാത്രി ഹയാത്താക്കുന്ന വ്യക്തിയും, ജനങ്ങൾക്ക് പരോപകാരം ചെയ്യുന്ന വ്യക്തിയും, സദഖയും ധർമ്മവും ചെയ്യുന്ന വ്യക്തിയും, യതീം മക്കളുടെ, അനാഥ കുട്ടികളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പാടുപെടുന്ന വ്യക്തിയും, പൊതുവെ മുസ്ലിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി സേവിക്കുന്ന വ്യക്തിയും, അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ഒരു പ്രശ്നമനുഷ്യനായി മാറുന്ന കാണുമ്പോൾ മറ്റു യുവാക്കൾക്ക് അവൻ മാതൃകയാവുന്നു. യുവാക്കൾ ഒരു പക്ഷേ മടിയന്മാർ അവരുടെ കൂട്ടത്തിലുണ്ടാവും.
ഉണ്ടായിരിക്കാം, ടൈമിന്റെ വില അറിയാത്തവരോട് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. അവർക്കെല്ലാം മാതൃകയായി മാറാൻ വേണ്ടി അവനെ കൊണ്ട് സാധിക്കുകയും ചെയ്യുന്നു. അതുകൂടി അവന്റെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതാണ്. അപ്രകാരം തന്നെ അവൻ മുമ്പുള്ള ജീവിതത്തിൽ അഥവാ സേവിക്കുന്ന അവൻ ഉദ്യോഗസ്ഥനായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവൻ ചെയ്തിരുന്നതായ ആ പ്രവർത്തനങ്ങളിൽ അവൻ ഒരു പക്ഷേ കൃത്യനിഷ്ഠത ജോലി ചെയ്യുന്ന വേളയിൽ ചെയ്ത വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ അവന്റെ മുഖ്യ ലക്ഷ്യം അവൻ ഡ്യൂട്ടി നിർവഹിക്കണം എന്നതല്ല, മറിച്ച് അത് ക്ലിയറായി നിർവഹിക്കണം എന്നതായ തത്വമായിരിക്കാം. അതുപോലെ തന്നെ അവന്റെ ആ ക്ലിയറായി നിർവഹിക്കുന്നതായ ആ ജോലികളിൽ അവൻ കൃത്രിമം വരുത്താതെ, കൈക്കൂലി വാങ്ങാതെ, അഴിമതി നടത്താതെ, തെറ്റ് ചെയ്യാതെ, അള്ളാഹു വെറുത്തതും ആക്ഷേപിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചതുമായ പല പല തട്ടിപ്പ്, വെട്ടിപ്പ്, അനാചാരം, തോന്നിവാസം, കള്ളസാക്ഷി, കള്ളസത്യം, അങ്ങനെ പല പല തെറ്റായ ഭാഗങ്ങളൊക്കെ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ, ഡ്യൂട്ടി നിർവഹിക്കുന്ന സന്ദർഭത്തിൽ കൃത്രിമം വരുത്താൻ സാധ്യതയുണ്ട്. അതെല്ലാം ഒഴിവാക്കി നിൽക്കാൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം ഒരു ട്രെയിനിങ് അവന്റെ കൂടെയുണ്ട്. ആ ട്രെയിനിങ് നേടിയിട്ട് അതിലുള്ള ആ കഴിവ് കൽപ്പ് അവന്റെ കൂടെയുണ്ട്. അത് ശരിക്ക് മറ്റുള്ളവർക്ക് ഉപദേശത്തിലൂടെ, നിർദ്ദേശത്തിലൂടെ, ഉദ്യോഗസ്ഥന്മാർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പാടുപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ജീവിതം നല്ല ഒരു പുഷ്ടിയുള്ള ജീവിതമായി, ഫലപ്രദമായ ജീവിതമായി, ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ജീവിതമായി, അവന് തന്നെ ഇഹത്തിലും പരത്തിലും പ്രായോഗികമായ ജീവിതമാക്കി മാറ്റാൻ അവനെ കൊണ്ട് അത് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അവന്റെ ഈ മനുഷ്യരായ ശേഷമുള്ളതായ ജീവിതം ഒരു പുതിയ ജീവിതമാക്കി മാറ്റാൻ വേണ്ടി പറയുമ്പോൾ നമ്മുടെ ദീന് അത് അമലിന്റെ ദീനാണ്, അഥവാ പ്രവർത്തിക്കാൻ പഠിപ്പിച്ചതായ ദീനാണ്. നമ്മുടെ ദീന് ചടഞ്ഞിരിക്കേണ്ടതായ ദീനല്ല, റഹ്ബാനിയത്തിന്റെ ദീനല്ല. എന്ന് പറഞ്ഞാൽ പൗരോഹിത്യത്തിന്റെ ദീനല്ല. പൗരോഹിത്വം എന്ന് പറയുന്നത് ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല, അംഗീകരിക്കുന്നില്ല, അതിന് പ്രേരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ആ രൂപത്തിലേക്ക് മടങ്ങാൻ ഒരിക്കലും ഒരു മുസ്ലിം അവന്റെ അവസാന ജീവിത കാലഘട്ടത്തിൽ പാടുള്ളതല്ല. എന്ന് മാത്രമല്ല അവൻ തവാക്കുൽ ചെയ്യാൻ പാടുള്ളതുമല്ല. മറ്റുള്ളവരിലേക്ക് കാര്യം വരമേൽപ്പിക്കുക, അവർ കാട്ടട്ടെ, അവർ ചെയ്യട്ടെ, അല്ലെങ്കിൽ സ്വയമായിട്ട് അവൻ പ്രവർത്തിക്കാതെ, അവൻ എത്തിക്കാതെ, അവൻ പരിശ്രമിക്കാതെ, അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അവൻ ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്നതായ ആ ശൈലിയുണ്ടല്ലോ, അസ്ബാബുകളെ കണ്ടെത്താതെ ജീവിക്കുന്ന, കാരണങ്ങളെ കണ്ടെത്താതെ ജീവിക്കുന്ന ശൈലി, അതും ഒഴിവാക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ അമാലുകളെ നിങ്ങൾ അല്ലാഹുവിന് ഖാലിസത്താക്കി, ആത്മാർത്ഥമായുള്ള അമലാക്കി ചെയ്യുക. അത് ആൾക്കാർ കാണട്ടെ, കാണാതിരിക്കട്ടെ എന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. ഖുലി അമലു, നിങ്ങൾ അമൽ ചെയ്യുക, ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ, നിങ്ങളുടെ അമലിനെ, നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിനെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചെയ്തവരുടെ അമലാണെങ്കിൽ അവരുടെ അമലിനെ റസൂലും കാണുന്നുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന്റെ ശേഷം ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ, അല്ലാഹുവിന്റെ റസൂലും മുഅ്മിനീങ്ങളും അല്ലാഹുവിനെ പോലെ, അല്ലാഹു കാണുന്നത് പോലെ പരലോകത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് നേടാൻ പോകുന്ന, അവർ ചെയ്തതായ അമല് കൊണ്ട്, പ്രവർത്തനം കൊണ്ട് നേടാൻ പോകുന്ന പരലോകത്തിലുള്ള പ്രതിഫലം അത് അല്ലാഹുവിന്റെ റസൂലും കാണും, മുഅ്മിനീങ്ങളും കാണും പരലോകത്തിൽ. അപ്പോൾ ആ രൂപത്തിൽ ജനങ്ങൾ കാണുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾ കാണുന്ന രൂപത്തിൽ പ്രതിഫലം പരലോകത്തിൽ ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പ് തരുന്നതായ ഈ ആയത്ത് ഈ പെൻഷനായി ജീവിക്കുന്നതായ ആ മുഅ്മിനിന്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. എല്ലാ മുഅ്മിനിന്റെയും എല്ലാ മുസ്ലിമിന്റെയും മുമ്പിൽ ഉണ്ടാവേണ്ടതായ ഒരു ആയത്താണിത്. അള്ളാഹിന്റെ കൽപ്പന, നിങ്ങൾ അമൽ ചെയ്യുക, നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങളുടെ പ്രവർത്തനത്തിന് അള്ളാഹു കാണും, ഇഹത്തിലും കാണും, പരലോകത്തിലും കാണും. അതുപോലെ അള്ളാഹു റസൂലും മുഅ്മിനീങ്ങളും അവരും കാണും. എപ്പോൾ? നിങ്ങൾ പ്രതിഫലം അതിന് പകരമായിട്ട് പരലോകത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതായ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സതുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, നിങ്ങൾ അവസാനം മടക്കപ്പെടൽ രഹസ്യ പരസ്യം അറിയുന്നതായ രാജാന്റെ മുമ്പിലേക്ക് ആണ്, അവന്റെ സദസ്സിലേക്കാണ്. നിങ്ങൾ എന്ത് കാട്ടിയിരുന്നു ഭൂമിയിൽ വെച്ചിട്ട് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കപ്പെടും. ആ കാട്ടിയതിന് തക്കതായ പ്രതിഫലം നന്മയാണെങ്കിൽ ലഭിക്കും, തക്കതായ പ്രതികാരം തിന്മയാണെങ്കിൽ ലഭിക്കും എന്ന ആയത്ത് ഇവിടെ സ്മരണീയമാണ്. എന്നാൽ ഇന്ന് മക്ക ഇമാമ് കൂട്ടത്തിൽ ഉണർത്തുകയുണ്ടായി, നാം ഇപ്പോൾ കൊറോണയുടെ പ്രശ്നം കുറച്ച് വികസിച്ചതുകൊണ്ട്, കുറച്ച് അധികരിച്ചതുകൊണ്ട് വളരെ ശ്രദ്ധ നാം ചെലുത്തേണ്ടതാണ്. അത് വ്യാപകമാകാതിരിക്കാൻ, അതിനോട് നമുക്ക് പെട്ടെന്ന് വിടവാങ്ങാൻ അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അപ്രകാരം തന്നെ അതിന് പ്രതിരോധമായിട്ട് ഉപയോഗിക്കുന്നതായ ഇഞ്ചക്ഷനിലേക്കും അദ്ദേഹം
സൂചന നൽകി. അത് ഉപയോഗപ്പെടുത്താനും പരിശ്രമിക്കേണ്ടതാണ്. അപ്രകാരം തന്നെ മക്ക ഇമാമ് കൂട്ടത്തിൽ പറയുകയുണ്ടായി, നാം ഷൈആത്തുകൾ അഥവാ കുപ്രചരണങ്ങൾ ഈ വിഷയത്തിൽ ജനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വാട്സാപ്പിലൂടെയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കോ എത്തിച്ചു കൊടുക്കുന്നതായ കുറ്റക്കാരായി മാറരുത്. അഥവാ തെറ്റുകളെ, കളവുകളെ, ഷൈആത്തുകളെ, ഇല്ലാത്തതായ കാര്യങ്ങളെ, എന്തെല്ലാം കുപ്രചരണങ്ങൾ പ്രചരിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഉറപ്പാക്കുന്നതിനു മുമ്പ്, അറിയുന്നതിനു മുമ്പ് പ്രചരിപ്പിക്കുക എന്നത് മഹാപാപമാണ്, മഹാ തെറ്റാണ്. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്നും മക്ക ഇമാമ് കൂട്ടിച്ചേർത്തു. അങ്ങനെ മക്ക ഇമാമ് വളരെ വിശദമായിട്ടല്ലെങ്കിലും ഷോർട്ടായിട്ട് ഞാൻ അവസാനം സൂചിപ്പിച്ച 2-3 കാര്യത്തെ ഉണർത്തിയതായിട്ട് കാണാം ഇന്നത്തെ ഖുത്ബയുടെ അവസാനത്തിൽ. അതേ സമയത്ത് ഇന്ന് വിശുദ്ധ മസ്ജിദ് നബവിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഡോക്ടർ അബ്ദുള്ള അൽ ബഈജാനാണ് സംസാരിച്ചത്. അദ്ദേഹം ഈ ജീവിതത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദുനിയ മതാഉൽ ഗുറൂർ, ഈ ദുനിയവിയായ ജീവിതം അത് വഞ്ചനയുടെ ജീവിതമാണ്. അതേ സമയത്ത് ഈ ജീവിതം നമുക്ക് പരീക്ഷിക്കാനുള്ളതായ പരീക്ഷണ ഹാള് കൂടിയാണ്. അതുകൊണ്ട് പരലോകം എന്നേക്കുമുള്ള ജീവിതമാണ് എന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടും പരലോകത്തിൽ കെട്ടുറപ്പുള്ള വിശ്വാസമുള്ളത് കൊണ്ടും നാം ആ പരലോകത്തിലേക്ക് ഒരുങ്ങുന്നവരായി മാറുവാനും ആ പരലോകത്തിലേക്കുള്ളതായ പാലമാക്കി ഈ ദുനിയാവിനെ ഉപയോഗപ്പെടുത്തുവാനും ഈ ദുനിയാവിനെ വഞ്ചനയുടെ ലോകമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കവേ, അള്ളാഹു അത് നമ്മോട് ഖുർആനിലൂടെ തീർത്ത് പറഞ്ഞിരിക്കവേ, ആ ദുനിയാവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നവരായി നാൽക്കാലി മൃഗങ്ങളെ പോലെ അല്ലെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തവരെ പോലെ ആവാതിരിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. ഓരോ മനുഷ്യൻ പരലോകത്തിലേക്ക് വേണ്ടി എന്ത് തയ്യാർ ചെയ്തു വെച്ചു എന്നത് ഒരു പഠനം നടത്തേണ്ടതുണ്ട്. എന്നിട്ട് ആ പഠനം നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തഖ്വയുടെ ഭാഗത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ വീഴ്ച നികറ്റാൻ വേണ്ടി നാം പാടുപെടേണ്ടതാണ്. എന്നാൽ ഇതെല്ലാം ഒരു മുഖവുര മാത്രമായിരുന്നു. വളരെ നീട്ടി വലിച്ചിട്ട് ഇന്ന് ഡോക്ടർ അൽ ബഈജാൻ സംസാരിച്ച ആ സംസാരത്തോടനുബന്ധിച്ച് അദ്ദേഹം തുടരുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാസങ്ങളിൽ നിന്നിട്ട് ചില മാസങ്ങളെ, അവന്റെ ദിവസങ്ങളിൽ നിന്നിട്ട് ചില ദിവസങ്ങളെ, അവന്റെ സമയങ്ങളിൽ നിന്നിട്ട് ചില സമയങ്ങളെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റു മാസങ്ങളെക്കാൾ, മറ്റു ദിവസങ്ങളെക്കാൾ, മറ്റു ടൈമുകളെക്കാൾ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ഇനങ്ങളിൽപ്പെട്ടതാണ് ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയെ മറ്റു 370 രാത്രികളിൽ നിന്നിട്ട് 369 രാത്രിയേക്കാളും ശ്രേഷ്ഠതയുള്ളതായ രാത്രിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്രകാരം തന്നെ യൗം അറഫ എന്ന് പറയുന്ന അറഫ ദിവസത്തെ 360 ദിവസത്തിൽ 359 ദിവസങ്ങളിലുള്ള ആ പകലിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതായ ഒരു ദിവസമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിലേക്ക് നാം നോക്കുകയാണെങ്കിൽ ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, ആഴ്ചയിൽ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസമാണ് ജുമുഅ ദിവസം എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്രകാരം തന്നെ റമദാൻ മാസം മറ്റു മാസങ്ങളെക്കാളും ഏറ്റവും പുണ്യമുള്ള മാസമാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിലൂടെ വിവരിച്ചു തന്നതായ ആ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്രതം അനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും എന്നിട്ട് മറ്റു മാസങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ളതായ മാസമാക്കി മാറ്റി അതിൽ മറ്റു മാസങ്ങളിൽ ചെയ്യാത്തതായ സ്പെഷ്യൽ അമലുകൾ ചെയ്യാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കുകയും ചെയ്തതായ പുണ്യമുള്ള മാസമാണെന്ന് നമുക്ക് പഠിച്ച് വിവരമുള്ളതായ ഭാഗമാണ്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളെ, ഈ റമദാൻ അല്ലാത്ത 4 മാസങ്ങളെ മുഹറമാത്തുകളായ മാസങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖുർആനിൽ. അത് ആ പ്രഖ്യാപനം നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതായ ഭാഗമാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും. അല്ലാഹു ആകാശഭൂമിയെ സൃഷ്ടിച്ച കാലഘട്ടം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ ഈ ആയത്തിന്റെ വിശദീകരണമായിട്ട് നമുക്ക് സഹിഹ ഹദീസിൽ നിന്നിട്ട് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഇന്ന الزمان استدار كهيئته يوم خلق السماوات والارض. ഈ അസ്സമാൻ അഥവാ കാലം
അത് അള്ളാഹു സൃഷ്ടിച്ച ആ കാലഘട്ടത്തിലേക്ക് പോലെ അങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അള്ളാഹു എന്ന് ആകാശഭൂമിയെ സൃഷ്ടിച്ചു ആ കാലഘട്ടം മുതലാണ് ഇവിടെ മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളും ഉണ്ടാവാൻ തുടങ്ങിയത്. അന്നു മുതൽ ആ കറക്കം കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആ മാസങ്ങളിൽ മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ നിന്നിട്ട് 4 പവിത്രതയുള്ളതായ മാസങ്ങളാണ്. സലാത്തുൻ മുത്തവാലിയാത്ത്, അതിൽ 3 തുടർച്ചയായിട്ട് വരുന്നതായ മാസങ്ങളാണ് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം എന്ന 3 മാസമാണ്. റജബ് മുദർ, റജബ് മാസവും അത് 4ാമത്തെ മാസമാണ്. അത് ബൈന ജുമാദ വ ശഅബാൻ, ജുമാദയുടെയും ശഅബാന്റെ ഇടയിലുള്ളതായ മുദർ ഗോത്രക്കാർ ഇഷ്ടപ്പെടുന്നതായ ആ മാസമായതുകൊണ്ട് റജബ് മുദർ എന്നതിന് പേര് പറയപ്പെട്ടതാണ്. അങ്ങനെയുള്ള മാസമാണ് ഇപ്പോൾ നമുക്ക് സമാഗതമായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ഹജ്ജത്തുൽ വദാഇലുള്ള പ്രസംഗത്തിലാണ് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുക. റസൂൽ ചോദിക്കുകയുണ്ടായി, അയ്യൂമിൻ ഹാദാ, ഈ ദിവസം ഏതാണ്, ഈ മാസം ഏതാണ്, ഈ രാജ്യം ഏതാണ് എന്നൊക്കെ മക്കയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. സഹാബാക്കൾ ഇത് കേട്ടപ്പോൾ അതിന് പുതിയ പേര് ഇപ്പോൾ ഇറങ്ങിയിരിക്കാം, അതുകൊണ്ട് എല്ലാവരും മൗനം ദീക്ഷിച്ചു. അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിനുമാണ് അറിയുക, ഞങ്ങൾക്ക് അറിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, ഇത് ദുൽഹജ്ജ് മാസമല്ലേ, ഇത് യൗമുൻ നഹർ എന്ന അറക്കുന്ന അഥവാ ബലി അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നതായ ദിവസമല്ലേ, അഥവാ ദുൽഹജ്ജ് മാസം അറഫ ദിവസം കഴിഞ്ഞ ഉടനെ പെരുന്നാൾ ദിവസമാണ് യൗമുൻ നഹർ. ആ ബലി പെരുന്നാൾ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ വെച്ചിട്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞതായ ശരിയാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നത്. മക്ക ഇമാം ഓതിയതായ ഹദീസ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ മാസം ഏതാണ്, ഇത് ദുൽഹജ്ജ് മാസമല്ലേ, ഈ ദിവസം ഏതാണ്, ഇത് യൗമുൻ നഹർ അല്ലേ, അഥവാ പെരുന്നാൾ ദിവസമല്ലേ, ബലിയറക്കുന്ന ദിവസമല്ലേ. അതുപോലെ തന്നെ മറ്റു റിപ്പോർട്ടുകളിൽ ഈ രാജ്യം ഏതാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയതായ ആ പുണ്യ മക്കയല്ലേ എന്നും ചോദിക്കുകയുണ്ടായി. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂല് തുടരുകയാണ്, ഫൈന്ന ദിമാഅക്കും, നിങ്ങളുടെ ചോര, വ അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്, വ അറാളക്കും, നിങ്ങളുടെ അഭിമാനം, അലൈക്കും ഹറാം, നിങ്ങൾക്ക് പരസ്പരം പവിത്രതയുള്ളതും ഹറാമായതുമാണ്. ആരും ആരുടെ അഭിമാനത്തെ പിച്ചു ചീന്താൻ പാടുള്ളതല്ല, ആരും ആരുടെ മാംസത്തെ പിച്ചു ചീന്താൻ പാടുള്ളതല്ല, അതിന്റെ അവകാശം അനുസരിച്ചിട്ടല്ലാതെ. ആരും ആരുടെ അഭിമാനത്തെ പിച്ചു ചീന്താൻ പാടുള്ളതല്ല, സമ്പത്തിനെ തൊടാൻ പാടുള്ളതല്ല. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ അഭിമാനം ഹറാമാണ്. അതിൽ ചോദ്യം ചെയ്യലോ, അതിൽ കളങ്കം വരുത്തലോ, അതുപോലെ തന്നെ അവന്റെ സമ്പത്തിൽ കൈകടത്തലോ, അവന്റെ ചോരയിൽ കൈകടത്തലോ, അവനെ വധിക്കലോ, അതിൽ വീഴ്ച വരുത്തലോ, അതെല്ലാം നിങ്ങൾക്ക് ഹറാമാണ്. അതെല്ലാം അല്ലാഹു പവിത്രത നൽകിയതാണ്. ഒരു മുസ്ലിമിന്റെ ചോര, ഒരു മുസ്ലിമിന്റെ ശരീര നഫ്സ്, ഒരു മുസ്ലിമിന്റെ സമ്പത്ത്, ഒരു മുസ്ലിമിന്റെ അഭിമാനം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചതാണ്, ആദരിച്ചതാണ്, പവിത്രത നൽകിയതാണ്. ഏതുപോലെ ഈ നാട്ടിന്റെ പവിത്രത ഉള്ളതുപോലെ, ഈ മാസത്തിന് പവിത്രത ഉള്ളതുപോലെ, ഈ ദിവസത്തിന് പവിത്രത ഉള്ളതുപോലെ എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയുണ്ടായി. അതെ, ഇങ്ങനെയുള്ളതായ ഈ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയതായ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജ് വേളയിൽ ഹജ്ജത്തുൽ വദാഇൽ പ്രസംഗിച്ചപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പരസ്പരം ഹറാമാണെന്ന് പറഞ്ഞതിന് ശേഷം റബ്ബക്കും വയസ്അലുക്കും അൻ അമാലിക്കും, നിങ്ങളുടെ റബ്ബുമായിട്ട് നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നുണ്ട് പരലോകത്തിൽ. ആ സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്ത സർവ്വ അമലുകളെ കുറിച്ച് ചോദിക്കും. ആ അമലുകൾക്ക് മറുപടി കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പഠിപ്പിക്കും പോലെ, പറയും പോലെ. അതുകൊണ്ട് അലാ ഫലാ തർജിഉ ബഅദി ദുല്ലാലാ, എന്റെ ശേഷം നിങ്ങൾ പരസ്പരം ആക്രമിക്കുന്നവരായി, അനീതി കാട്ടുന്നവരായി മാറിപ്പോകരുതേ എന്റെ ഉമ്മത്തികളെ. യദ്രിബു ബഅദുകും റിഖാബ ബഅദ്, പരസ്പരം അങ്ങുമിങ്ങും കഴുത്ത് വെട്ടുന്ന, മുസ്ലിങ്ങളെ അധികാരമില്ലാത്ത, അവകാശമില്ലാതെ പിച്ചു ചീന്തുന്ന വിഭാഗമായി നിങ്ങൾ മാറരുതേ എന്റെ ഉമ്മത്തുകളെ എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രസംഗത്തിന്റെ പരിപൂർണതയിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്നിട്ട് റസൂൽ പറയുന്നു, അലാ അറിയണം സഹാബാക്കളെ, ലിയുബല്ലിഗു ഷാഹിദുൽ ഗായിബ, ഇവിടെ സന്നദ്ധരായ സഹാബാക്കൾ ഓരോരുത്തരും ഇവിടെ സന്നദ്ധരാവാത്തതായ എന്റെ ഉമ്മത്തുകൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഫറുബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഅ, എത്ര എത്തിച്ചു കൊടുക്കപ്പെടുന്ന വ്യക്തിയുണ്ട് ഈ കേൾക്കുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ഉൾക്കൊള്ളുന്ന, കൂടുതൽ ഗ്രഹിക്കുന്ന, കൂടുതൽ മനസ്സിലാക്കുന്ന, കൂടുതൽ പ്രചരിപ്പിക്കുന്ന, കൂടുതൽ അവർക്കും മറ്റുള്ളവർക്കും ഫലപ്രദമാക്കുന്ന വ്യക്തികൾ
ഹദീസുകൾ എത്രയുണ്ടാകും? സ്വന്തം നേരിട്ട് കേൾക്കുന്നവരെക്കാൾ കൂടുതൽ. അതുകൊണ്ട് നിങ്ങൾ അത് എത്തിച്ചു കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തരുത് എന്ന് പറയും പോലെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അള്ളാഹുവിനോട്, അള്ളാഹുവേ, ഞാൻ എത്തിച്ചു കൊടുക്കേണ്ടത് എത്തിച്ചു കൊടുത്തു, എന്റെ ബാധ്യത നിർവഹിച്ചു, അതുകൊണ്ട് നീ ഇതിന് സാക്ഷിയാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സംസാരം സമാപിച്ചത്. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്, ബുഖാരിയിലും മുസ്ലിമും ഉള്ളതായ ഭാഗമാണ്. ഈ ഹദീസിൽ ഉണ്ട് എന്ത്? 4 മാസം അത് പവിത്രതയുള്ള മാസമാണ് എന്നതായ ആ ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അത് തന്നെയാണ് ഞാൻ ആദ്യം ഓതിയതായ മദീന ഇമാം ഓതിയതായ ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. അതിലുള്ള ഭാഗമാണ് റജബ് മാസം. എന്നാൽ റജബ് മാസം എന്ന് പറയുമ്പോൾ മറന്നു പോകുന്നതിന് മുമ്പായി ഉണർത്തുന്നു, റജബ് മാസത്തിലുള്ള പ്രത്യേക അമലുകൾ, പ്രത്യേക ഇബാദത്തുകൾ അത് ദുൽഹജ്ജ് മാസത്തിൽ ചെയ്യാനുള്ളത് പോലെയോ, അല്ലെങ്കിൽ നാം റമദാൻ മാസം പറഞ്ഞപ്പോൾ അത് പവിത്ര മുഹറമായ മാസത്തിൽ പെട്ടതല്ലെങ്കിലും മാസങ്ങളുടെ എല്ലാം നേതാവാണ് റമദാൻ മാസം. ആ റമദാൻ മാസത്തിൽ പ്രത്യേക അമലുകൾ ചെയ്യാനുള്ളത് പോലെയോ, ദിൽഖഅദയിലും ദിൽഹജ്ജിലും ഉള്ളത് പോലെയോ, മുഹറത്തിലുള്ളത് പോലെയോ പ്രത്യേക അമലുകളായിട്ട് നോമ്പോ നമസ്കാരമോ ഒന്നും തന്നെ ഇസ്ലാമിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഖുർആനിലില്ല, സ്ഥിരീകരിക്കപ്പെട്ട സഹിഹായ ഹദീസിലുമില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളെല്ലാം സാധാരണ വാട്സാപ്പിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും എല്ലാം നാം കേൾക്കുന്നുണ്ട്, നാം കേൾക്കാറുണ്ട് പല പല കള്ള ഹദീസുകൾ. റജബ് മാസത്തിൽ 1-ാമത്തെ ദിവസം എന്നത് ചെയ്താൽ 2-ാമത്തെ ദിവസം എന്നത് ചെയ്യുക, 3-ാമത്തെ ദിവസം എന്നത് ചെയ്യുക, ഓരോ ദിവസത്തിൽ ചെയ്യാനുള്ള അമലുകൾ, ഓരോ ആഴ്ചകളിൽ ചെയ്യാനുള്ള അമലുകൾ, ഓരോ അമലുകളുടെ പ്രത്യേക ശൈലികൾ, പ്രത്യേക ഇനങ്ങൾ, ഇതിനെല്ലാം കള്ള ഹദീസുകളും ഇതിനെല്ലാം ദീനിലില്ലാത്ത, റസൂൽ പറയാത്ത, അവരുടെ പോക്കറ്റിൽ നിന്നിട്ട് ഉണ്ടാക്കിയതായ ഹദീസുകളും പ്രചരിപ്പിക്കുന്ന കാണാം. അതേ ചിലപ്പോൾ അവർക്ക് വിവരമില്ലാത്തത് കൊണ്ട് അവർ വായിച്ച പുസ്തകത്തിൽ അവർ കണ്ടിരിക്കാം. എന്നാൽ പുസ്തകത്തിൽ കാണുന്നതെല്ലാം അത് ദീനാണോ, അത് മതമാണോ? അല്ല, ഒരിക്കലുമല്ല. നമ്മുടെ മതം അത് ആധികാരികതയുള്ള ഗ്യാരന്റിയുള്ള ഒന്നാണ്. ആ ഗ്യാരന്റി നമുക്ക് നൽകേണ്ടത് ആരാണ്? അതിൽ സീന് വെക്കേണ്ടത് ആരാണ്? നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് നിയോഗിച്ചത്. അവരാണ് ഏത് സത്യം, ഏത് അസത്യം, ഏതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യാൻ പാടില്ലാത്തത്, ഏതാണ് ദീന്, ഏതാണ് ദീനിലില്ലാത്തത് എന്ന് വിവരിക്കേണ്ടത്. അവർ വിവരിച്ചത് ചെയ്താലല്ലാതെ നമ്മുടെ ഇഷ്ടാനുസരണം ഏത് അമൽ ചെയ്താൽ, എത്ര അമൽ ചെയ്താൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക തന്നെ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നാം വഴികാട്ടിയാക്കാതെ, അവരാണ് നമ്മുടെ ഹാദി, അവരാണ് നമുക്ക് സന്മാർഗം കാണിച്ചു തന്ന വ്യക്തി, അവർ പറയും പോലെയാണ് നാം ജീവിക്കേണ്ടത്, അവർ ജീവിച്ച രൂപത്തിലാണ് നാം ജീവിക്കേണ്ടത്. അവരുടെ ആ പ്രവാചക പ്രഭുവിന്റെ പ്രവചനത്തിനെയാണ് നാം സ്ഥിരീകരിക്കപ്പെട്ടത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് വിശദീകരിക്കേണ്ടത്, അത് പ്രചരിപ്പിക്കേണ്ടത്, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്, അത് സ്വയം നടപ്പാക്കേണ്ടത്. ഈ കാര്യം പലരും ചിലപ്പോൾ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്ന ആൾക്കാർ തന്നെ പലരും ശ്രദ്ധിക്കാറില്ല. അത് വളരെ അപകടമാണ്, വളരെ അപകടമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ. ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതായ ഒരു ഇബാദത്ത്, ഒരു ദിക്ർ, ഒരു തസ്ബീഹ്, ഒരു തഹ്ലീൽ എന്തായിരുന്നാലും വിരോധമില്ല, അല്ലെങ്കിൽ ഒരു സലാത്ത്, അത് റസൂലുള്ള പഠിപ്പിക്കാത്ത ശൈലിയിൽ, റസൂലുള്ള പഠിപ്പിക്കാത്ത രൂപത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് സ്ഥിരീകരിക്കപ്പെട്ട് നമ്മുടെ മുമ്പിൽ വരാത്തതായ ഒരു കാര്യം റസൂല് പറഞ്ഞു എന്നൊരാൾ പറഞ്ഞാൽ അവന്റെ പാർപ്പിടം നരകമാണെന്ന് അവൻ ഉറപ്പാക്കിക്കൊള്ളട്ടെ എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞതായ ഹദീസ് 70ഓളം സഹാബാക്കൾ ഒന്നിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തതായ മുതവാത്തിറായ ഹദീസാണ്. ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടു നിൽക്കുന്നതായ ശക്തിയായ ഒരു പ്രമാണമാണ് ഇസ്ലാമിൽ സ്ഥിരീകരിക്കപ്പെട്ട മുതവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ഹദീസുകളിൽപ്പെട്ട ഒരു ഹദീസാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. അതുകൊണ്ട് റജബ് മാസത്തിന്റെ പേര് ഈ ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ പ്രത്യേകത പറഞ്ഞുകൊണ്ട് പല പല കരിഞ്ചന്തകൾ, പല പല അനിസ്ലാമിക തത്വങ്ങൾ, പല പല ഇസ്ലാമിലില്ലാത്ത, റസൂലുള്ള പറയാത്ത കാര്യങ്ങൾ റസൂലിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരും തന്നെ അത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയോ
പ്രചരിപ്പിക്കുകയോ സ്വയം അമൽ ചെയ്യുകയോ ചെയ്യരുത്. ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. എത്ര തന്നെ കൂലി കിട്ടുമെന്ന് പറഞ്ഞാലും അത് പോക്കറ്റിൽ നിന്നിട്ടല്ല കൂലി കൊടുക്കേണ്ടത് അള്ളാഹുവാണ്. ആ അള്ളാഹു കൂലി കൊടുക്കുമെന്നത് ആര് പറയണം? അത് അള്ളാഹു പറയണം, അല്ലെങ്കിലോ അള്ളാഹു നിയോഗിച്ച റസൂലുള്ള പറയണം. നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ടത് പറഞ്ഞാൽ അത് ഒരിക്കലും അത് ഇബാദത്തായി മാറുന്നതല്ല. എന്ന് മാത്രമല്ല, ഇബാദത്തിന് പകരം അത് ളലാലത്തായി മാറുന്നതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ പുതുതായി ജനങ്ങളുടെ പോക്കറ്റിൽ നിന്നിട്ട് ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ അത് നന്മയായിരുന്നാലും ളലാല, അത് വഴികേടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. അപ്പോൾ ളലാലത്ത് അവസാനം, അതിന്റെ ആദ്യം, അത് ചെയ്യുന്നതിന്റെ പിന്നിൽ ലഭിക്കാൻ പോകുന്നത് അത് നരകമായിരിക്കും. അതുകൊണ്ട് വളരെ അപകടമാണ്. അത് അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ റജബ് മാസത്തിൽ ഒരു പ്രത്യേക ഇബാദത്ത് ചെയ്യാനില്ലെങ്കിൽ എന്താണ് പിന്നെ അതിൽ നാം ശ്രദ്ധിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 മാസങ്ങളെ പവിത്രതയുള്ള മാസങ്ങളാക്കി മാറ്റി എന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ആ മാസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ സ്വശരീരത്തെ ദ്രോഹിക്കരുത്, ആക്രമിക്കരുത്, അനീതി കാട്ടരുത്, ദുൽമ ചെയ്യരുത്. അപ്പോഴോ ഈ മാസങ്ങളിൽ ഒരാള് വല്ല തെറ്റ് ചെയ്താൽ മറ്റു മാസങ്ങളിൽ ചെയ്ത പോലെയല്ല. എല്ലാ മാസങ്ങളിലും ദുൽമാണ്, എല്ലാ മാസങ്ങളിലും തെറ്റാണ്. പക്ഷെ ഈ മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾ അത് കട്ടികൂടിയതായ തെറ്റാണ് എന്ന് പറഞ്ഞാൽ അതിന് ശിക്ഷ വർദ്ധിക്കും എന്ന് നമുക്ക് അതിൽ നിന്നിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ആ ദിവസങ്ങളിൽ, ആ മാസങ്ങളിൽ നിങ്ങളുടെ ശരീരത്തെ ദ്രോഹിക്കരുത്, അഥവാ തെറ്റ് ചെയ്യരുത്. അക്രമം അതാണ്. ഒരു മനുഷ്യൻ അവന്റെ ഒരു സാധനത്തെ വെക്കേണ്ട സ്ഥലത്ത് വെക്കുക, അത് നീതിയാണ്. വെക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് വെക്കുക, അത് അനീതിയാണ്. അപ്പോൾ മുസ്ലിം ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ സമർപ്പണ ബോധത്തോടു കൂടി ജീവിക്കുന്നവനാണ് മുസ്ലിം. ആ മുസ്ലിം മുസ്തസ്ലിമാണ്. അപ്പോഴോ ആ ശരീരത്തെ അല്ലാഹു ഉദ്ദേശിച്ച സ്ഥലത്തല്ലാതെ, അല്ലാഹു ഉദ്ദേശിച്ച രൂപത്തിലല്ലാതെ അവന്റെ സമയത്തെ, അവന്റെ ടൈമിനെ, അവന്റെ കാശിനെ, അവന്റെ അമലിനെ, അവന്റെ പ്രവർത്തനത്തെ അവൻ ഉപയോഗപ്പെടുത്തരുത്, പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ എന്നാണ് അതിന്റെ അർത്ഥം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് സത്യവിശ്വാസി. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ അങ്ങനെ നാം തെറ്റുകളെ വിട്ടുനിന്ന്, കുറ്റങ്ങളെ വിട്ടുനിന്ന് നല്ല അമലുകൾ, സാധാരണ ചെയ്യാറുള്ളതായ അമലുകൾ വളരെ ആത്മാർത്ഥമായിട്ട്, നമസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കുക, സുന്നത്തായ നോമ്പുകൾ എല്ലാ മാസത്തിലും ഒന്നിരിക്കലോ, ഒരു മാസത്തിന്റെ ആദ്യത്തിൽ 3, അല്ലെങ്കിൽ മധ്യത്തിൽ 13, 14, 15, അല്ലെങ്കിൽ അവസാനത്തിലുള്ളതായ 3, അവസാനത്തിൽ 3, അതുപോലെ തന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്തായ നോമ്പുകൾ അതെല്ലാം നോറ്റുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് ബിദ്അത്തായിട്ട് റജബിൽ മാത്രം ചെയ്താൽ പ്രത്യേക പ്രതിഫലം കിട്ടുമെന്ന നിയത്തോടു കൂടി അമൽ ചെയ്യാതിരിക്കുകയും ചെയ്യുക. അതും ഒരു ഇബാദത്താണ്. എന്ത് തർക്ക്? അള്ളാഹു ഉപേക്ഷിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളെ ഉപേക്ഷിക്കുക, റസൂൽ ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യത്തെ ഉപേക്ഷിക്കുക, അത് ഇബാദത്താണ്. അതും കൂടി മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ, അള്ളാഹുലേക്ക് അടുക്കുവാൻ നാം ഓരോരുത്തരും ഈ മാസത്തിൽ അക്രമിക്കാതെ, സ്വശരീരത്തെ ആക്രമിക്കാതെ, ആരെയും ആക്രമിക്കാതെ പരിശ്രമിക്കുക. ഈ വർഷത്തിൽ, ഈ മാസങ്ങളിൽ യുദ്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ മാസമാണ്. കാരണം ഈ മാസങ്ങളുടെ കൂട്ടത്തിൽ എന്തുണ്ട്? 3 ഹജ്ജുമായി ബന്ധപ്പെട്ട മാസങ്ങളുണ്ട്. അപ്പോൾ ഹജ്ജിന് വേണ്ടി മുസ്ലിം ലോകത്തിന്റെ നാനാതുറകളിൽ നിന്നിട്ട് ഹജ്ജ് നിർബന്ധമായവര് ഹജ്ജിന് വേണ്ടി വരുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ മറ്റു അവരുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതായ സന്ദർഭമാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് വരാൻ പ്രയാസമാകും എന്നതുകൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസങ്ങളിൽ യുദ്ധം വരെ ഹറാമാക്കിയതായ മാസമാണ്. മുസ്ലിങ്ങൾ അവരുടെ ഭാഗത്തിൽ നിന്നിട്ട് ശത്രുക്കളോട് പോരാടാൻ തുടങ്ങാൻ പാടുള്ളതല്ല ഈ മാസങ്ങളിൽ. പക്ഷേ മറ്റുള്ളവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ പ്രതിരോധിക്കുന്നത് നമ്മുടെ ബാധ്യതയാണ്. അത് ഇസ്ലാം ഏത് മാസത്തിലോ ഏത് സ്ഥലത്തോ മക്കയിലോ അത് വിരോധിക്കുന്നില്ല. അത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ മാസത്തെ, അഥവാ റജബ് മാസത്തെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ചിട്ട്, അതുപോലെ തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസം കഴിഞ്ഞാൽ വരാൻ പോകുന്ന മാസങ്ങളിൽ പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസം ഇവിടെ ആസന്നമാകുന്ന സന്ദർഭത്തിൽ, ആ മാസത്തിൽ കഴിഞ്ഞ കൊല്ലത്തെ പോലെയല്ല, പുതുതായിട്ട് മറ്റു കൊല്ലങ്ങളിലെല്ലാം നാം ചെയ്യാറുള്ളത് പോലെ ഹറമുകളിൽ നിറഞ്ഞുകൊണ്ട്, ഹറമുകളിലൂടെ അള്ളാഹുവിനെ ആരാധിക്കുന്ന,
ഒരു സവിശേഷത. ലോകത്തിന്റെ നാനാതുറകളിൽ നിന്നിട്ട് മുസ്ലിങ്ങൾ ഉംറയ്ക്ക് വേണ്ടി വന്ന് ഉംറ ചെയ്യുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഖിയാമുൽ ലൈൽ നടത്തുകയും തറാവീഹ് നമസ്കാരം നടത്തുകയും അള്ളാഹിനോട് മക്കയിലും മദീനയിലും വെച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായ ആ സ്വർണ്ണാവസരം ലഭിക്കുന്നതായ മാസമാക്കി ഈ റമളാനിനെ മാറ്റാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിപൂർണ്ണ ആരോഗ്യവും ആഫിയത്തും അള്ളാഹുവിന്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആത്മാർത്ഥമായി സേവിക്കാൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ട് രോഗം പിടിച്ചവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അവര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ രോഗത്തെ ശിഫിയാക്കട്ടെ, സുഖപ്പെടുത്തട്ടെ, ആരോഗ്യം നൽകട്ടെ. അവർക്കും നമുക്കും ദീർഘായുസ്സും തൗഫീഖും അവന്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സേവിക്കുവാനുള്ളതായ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷി അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.